ഹലോ ഹലോ അസ്സലാമലൈക്കും. സജന ഹക്കീം ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമുക്ക് എൻ്റെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ അയില മുളകിടുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലാട്ടോ ഉണ്ടാക്കാനായിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഉണ്ടാക്കി കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാക്കാതെ കാണണം. അടിപൊളി എമ്മി റെസിപ്പിയാണ്. കുറുകിയ ചാറോടുകൂടി തന്നെ നമ്മുടെ മീൻകറി സെറ്റായി കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് 100% റിസൾട്ട് നൽകുന്ന പെർഫെക്റ്റ് റെസിപ്പി അയില മുളകിടുന്നത് കാണാം കേട്ടോ, റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കേട്ടോ. അപ്പോൾ നമുക്ക് അടുപ്പത്തേക്കൊരു ചട്ടി വെച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ അങ്ങോട്ട് ചൂടായി വന്നാൽ അത്യാവശ്യം വലിപ്പമുള്ള തക്കാളി എടുക്കണം കേട്ടോ. നല്ല പഴുത്ത തക്കാളി നോക്കി വേണം എടുക്കാനായിട്ട്. എന്നിട്ട് നല്ലതുപോലെ എല്ലാ ഭാഗവും തുടർച്ചയായി ഇളക്കി കൊടുത്ത് സെറ്റാക്കി എടുക്കണം. നല്ലതുപോലെ വാടി കിട്ടണം. അതുവരെ നല്ലതുപോലെ 3 മിനിറ്റോളം നല്ലതുപോലെ വാട്ടിയെടുത്ത് സെറ്റാക്കിയ ശേഷം നമുക്കത് കോരി മാറ്റാം. എന്നിട്ട് നമുക്ക് ചെറുള്ളി കേട്ടോ, ചെറുള്ളി ഒരു 10-20 അങ്ങോട്ട് നന്നാക്കി അങ്ങായിട്ട് സെറ്റാക്കി വെച്ചോളേ. എന്നിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ 2 മിനിറ്റോളം നല്ലതുപോലെ വാട്ടിയെടുത്ത് സെറ്റാക്കിയ ശേഷം നമുക്ക് കോരി മാറ്റാവുന്നതാണ്. എന്നിട്ട് ചൂടാറിയ ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 2 ടീസ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അധികമൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഇങ്ങോട്ട് റെഡിയായി കിട്ടൂല, അതിൻ്റെ പേരിലാണ്. അങ്ങനെ 2 ടീസ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ടോ പോകുന്നത്. അങ്ങനെ 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ മിക്സിയിൽ വെണ്ണ പോലെ അടിച്ചെടുത്ത് സെറ്റാക്കിയതാണ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. ചട്ടി വെച്ച് കഴിഞ്ഞപ്പോൾ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കേട്ടോ. വെളിച്ചെണ്ണ നല്ലതുപോലെ അങ്ങോട്ട് ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും ഇട്ട് കൊടുത്തോട്ടോ. അപ്പം നല്ലതുപോലെ അങ്ങോട്ട് പൊട്ടി വരട്ടോ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് അടുത്തതായി നമ്മുടെ വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ എടുക്കണം. പിന്നെ ഇഞ്ചി പേസ്റ്റ് പാകത്തിന് കേട്ടോ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ ഇളക്കി കൊടുത്ത് അങ്ങോട്ട് സെറ്റാക്കി എടുക്കണം. അതിന് ശേഷം നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. വറ്റൽ മുളക് 3 എണ്ണം കീറിട്ടോ. പിന്നെ നമ്മുടെ പച്ചമുളക് 3 എണ്ണം കീറിട്ടോ. എന്നിട്ട് നല്ലതുപോലെ 3 മിനിറ്റോളം അങ്ങോട്ട് ഇളക്കി കൊടുത്തങ്ങ് സെറ്റാക്കിയ ശേഷം തീ അങ്ങോട്ട് ഓഫ് ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ മസാലകൾ ചേർക്കുമ്പോൾ മസാലകൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്കതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മസാലകൾ അങ്ങനെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്തങ്ങോട്ട് സെറ്റാക്കി എടുക്കാം കേട്ടോ. സമയം തീ നല്ലതുപോലെ ഒന്ന് കുറച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ മസാല. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടി ജാറിലേക്ക് വെള്ളം ഒഴിച്ചിങ്ങായിട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് പുളി പിഴിഞ്ഞത് പാകത്തിന് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കാം കേട്ടോ. തക്കാളി നല്ലതുപോലെ വേവണം, നല്ലതുപോലെ തിളച്ച് മറയണം കേട്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം, അതുവരെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അങ്ങനെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് എന്തൊഴിച്ചെടുക്കാം, ചൂടുള്ള വെള്ളം 1 കപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കാം. എന്നിട്ടൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് മീനിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടോ. നല്ല ചൂടുള്ള വെള്ളം വേണ്ട ഒഴിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ ഒഴിച്ചു കൊടുത്ത് മൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് മീനിട്ട് കൊടുക്കാം കേട്ടോ. കുഞ്ഞ ഇലകളാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത്. അങ്ങനെ നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ അങ്ങോട്ട് ഇട്ടുകൊടുത്തു. അങ്ങനെ പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തൊന്ന് ചട്ടിയൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. കയ്യിലോണ്ടൊന്ന് ഇളക്കി കൊടുക്കാൻ പാടില്ല, പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാട്ടോ. അങ്ങനെ മീനെല്ലാം ഇട്ട് കൊടുത്തൊന്ന് ചുറ്റിച്ചെടുക്കണം. അങ്ങനെ ചുറ്റിച്ചെടുത്ത് കൊടുന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, മൂടി വെച്ച് ഒരു 10 മിനിറ്റിന് ശേഷം നമ്മുടെ മീൻകറി സെറ്റായി കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പം നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതേപോലെ തന്നെ
ഫാമിലി മെമ്പേഴ്സിനൊന്ന് ഷെയർ ചെയ്യാനായിട്ട് മറന്നു പോരുത് കേട്ടോ. അതാ കണ്ടില്ലേ, കുറുകിയ ചാറോട് കൂടി തന്നെ നമ്മുടെ മീൻകറി സെറ്റായി വന്നത്. എണ്ണൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ മീൻകറി ഇതാ കുറുകിയ ചാറോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 100% റിസൾട്ടാണ് ഈ മീൻകറിക്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അങ്ങനെ നമുക്ക് ഇതൊന്ന് തൂളിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ പാൻ വെച്ച് കൊടുത്തു കേട്ടോ. പാകത്തിനുള്ള വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുത്തത്. എണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല, വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നപ്പോൾ ചെറുള്ളിയും കറിവേപ്പിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തു. അതിനുശേഷം നമ്മുടെ മീൻകറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മീൻകറി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി മീൻകറിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ പരമാവധി ഷെയർ ചെയ്യാനായിട്ട് എൻ്റെ കൂട്ടുകാർ മറന്നു പോരുത് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റ ബൈ.